സത്യനാമം മനുഷ്യനു നൽകിടാൻ ആഗതനായവൻ നീ. ഇന്നലത്തെ ഗോസ്പലിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ഗോസ്പൽ. ഇന്നലെ ഒരുവനൊന്ന് യേശുവിനോട് ചോദിച്ചു, എനിക്കിതിനെ അനുഗമിക്കണം. അവൻ നിയമങ്ങളൊക്കെ പാലിച്ചു. അതിന് തുടർച്ചയായിട്ട് യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. അങ്ങനെ നിരാശനായി പോയ ഒരുവൻ്റെ ജീവിതത്തിനിടയിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ പ്രതി മാതാവിനെയോ പിതാവിനെയോ വയലിനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന് 100 ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കും. ഈ വചനഭാഗം അവസാനിക്കുന്നിടത്ത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാതാവിനെയും പിതാവിനെയും വയലുകളെയും പീഡനങ്ങളും 100 ഇരട്ടിയായി ലഭിക്കും. വചനമൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, എല്ലാം കിട്ടുന്നുണ്ട്, 100 ഇരട്ടി പീഡനങ്ങളും കിട്ടുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ ആ വാക്കുകൾക്കിടയിൽ കിടക്കുന്ന ആ വാക്കിനെ അങ്ങ് മറന്നു പോകുന്നു. യേശുവിൻ്റെ പിന്നാലെ നടന്നാൽ എന്ത് കിട്ടും? വളരെ വ്യക്തമാണ്. കുറേയധികം ബന്ധങ്ങൾ കിട്ടും, നഷ്ടപ്പെടുന്നതൊക്കെ ഇരട്ടിയായി ലഭിക്കും. അതുപോലെ കുറച്ച് വേദനകളും കിട്ടും. ഈ ഭൂമിയിൽ വെച്ച് കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളും ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നവന് കിട്ടുന്ന ഒരു ഔദാര്യമാണ്. എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവന് കിട്ടുന്ന ഒരു റിവാർഡെന്ന് പറയുന്നത് കുറേ നല്ല ബന്ധങ്ങളും കുറേ നല്ല മനുഷ്യരും സ്നേഹിക്കാൻ കുറേ അനുഭവങ്ങളും ഒപ്പം കുറേ വേദനകളുമാണ്. ഈ പീഡനങ്ങളെന്നൊക്കെ ഉദ്ദേശിച്ച് എന്തായിരിക്കും? തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെടുന്നതിൻ്റെയും ജീവിതത്തിൽ വന്നു പോകുന്ന മാനസികമായ വേദനകളുടെയൊക്കെ കഥകളായിരിക്കും ഈ പീഡനങ്ങൾ. പ്രിയമുള്ളവരെ, പത്രോസ് യേശുവിന് മുമ്പിൽ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിച്ചത് എന്താണ്? ശരിയാണ്, പത്രോസ് വീടൊക്കെ വിട്ടിറങ്ങി, എന്നിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. പിന്നീട് അയാൾ അനുഭവിച്ചത് കുറേ പീഡനങ്ങളാണ്. തലകീഴായി മരിക്കാൻ തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. നല്ലൊരു മരണം പോലും കിട്ടാതെയാണ് പത്രോസ് ഈ ഭൂമിയോട് ഇവിടെ പറഞ്ഞത്. ഇതുതന്നെയായിരുന്നു പത്രോസിനെ വലിയ മനുഷ്യനാക്കിയത്. യേശുവിൻ്റെ പിന്നാലെ ആരൊക്കെയാണോ എല്ലാം നഷ്ടപ്പെടുത്തി ഇറങ്ങിയിട്ടുള്ളത്, അവരെല്ലാവർക്കും അത്ര സുന്ദരമായൊരു മരണം പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ രൂപതയിൽ കഴിഞ്ഞ 4-5 മരണങ്ങൾ ഉണ്ടായതൊക്കെ ഏറ്റവും വേദനിപ്പിക്കുന്ന മരണങ്ങളായിരുന്നു, വൈദികരുടെ മരണങ്ങൾ. ഈ വൈദികരുടെ മരണങ്ങളുടെ ഒരു പ്രത്യേകത, ഇവരൊക്കെ മരിച്ച് ചില മണിക്കൂറുകളോ ദിവസങ്ങളോ അറിഞ്ഞിട്ടാണ് മറ്റുള്ളവർ അറിഞ്ഞിട്ടുള്ളത്. ഒരു വൈദികൻ മരിച്ച സമയത്ത് ശരീരമൊക്കെ പുഴുവരിച്ചാണ് പിന്നീട് ആ സ്മെല്ല് കാരണം മറ്റുള്ളവർ അറിഞ്ഞത്. എത്ര വേദനയോടെയാണ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരൊക്കെ അവരുടെ മരണം അവസാനിപ്പിച്ചതല്ലേ. ഒരു യുവ വൈദികനൊക്കെ മരിച്ചത് ക്യാൻസർ വന്ന് മാസങ്ങളോളം വേദന അനുഭവിച്ചാണ്. മറ്റൊരു യുവ വൈദികൻ മരിച്ചത് ഒരു രാത്രിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷമായി പോയിട്ട് പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് എത്താത്തതിൻ്റെ പേരിൽ വേദനയോടെയാണ്. പ്രിയമുള്ളവരെ, ചില മരണങ്ങളൊക്കെ അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ ചില മനുഷ്യരൊക്കെ ഇറങ്ങിയതിൻ്റെ പേരിൽ അവർക്ക് ബന്ധങ്ങൾ കിട്ടി, സ്നേഹാനുഭവങ്ങൾ കിട്ടി, ഒപ്പം കുറേ വേദനകളും ഒറ്റപ്പെടലും ഏറ്റവും മോശപ്പെട്ട ഒരു മരണവും കിട്ടി. സുവിശേഷം അതോടുകൂടി അവസാനിച്ചില്ലല്ലോ. ഇനി ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. ആ വായിക്കുന്നിടത്ത് ഒരു വാക്കും കൂടി ക്രിസ്തു ചേർത്തിട്ടുണ്ട്, അവന് നിത്യജീവൻ കൂടി ലഭിക്കും. ഇവിടെയാണ് ഈ സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം. ഈ ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെടുത്തുന്നതൊക്കെ നേട്ടങ്ങളായിട്ട് മാറും. ആ നേട്ടങ്ങളുടെ കഥ അവസാനിക്കുന്നത് നിത്യജീവനിലാണ്. ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ നഷ്ടപ്പെടുത്തിയ ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും നേടിയെടുത്ത വേദനകൾക്കുമൊക്കെ കഥ തീരുന്നത് സ്വർഗത്തിൽ അവനുവേണ്ടി കരുതിയിരിക്കുന്ന വലിയൊരു ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇനി കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള ധൈര്യം കാണിക്കണം. അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ വിളിക്കപ്പെട്ട പുരോഹിതരെയും സന്യസ്തരെയും കുറച്ചും കൂടി ആദരിക്കണം. കാരണം ആരും കാട്ടാത്ത ഒരു ധൈര്യത്തിൻ്റെ പിന്നാലെ അവർ എല്ലാം ഉപേക്ഷിച്ച് ഒരു 15-ാമത്തെ വയസ്സിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം ആ കുഞ്ഞു പ്രായത്തിൽ വ്യക്തതയുണ്ട്, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. ആ നേട്ടത്തിൻ്റെ കഥ കുറച്ചും കൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് നിത്യജീവൻ്റെ അനുഭവമാണ്. ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ള പീഡനങ്ങൾക്കും സങ്കടങ്ങൾക്കും നഷ്ടങ്ങൾക്കുമൊക്കെ കഥ പൂർത്തീകരിക്കപ്പെടുന്നത് നിത്യജീവനിലാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യജീവൻ പാരിനു നൽകിടാൻ ആഗതനായവൻ നീ. സത്യനാമം മനുഷ്യനു നൽകിടാൻ ആഗതനായവൻ നീ. കാരിരുമ്പാണിയാൽ തുളഞ്ഞ പാദങ്ങൾ നമിച്ചിടുന്നിതാ. നിത്യജീവൻ പാരിനു നൽകിടാൻ ആഗതനായവൻ നീ. സത്യനാമം മനുഷ്യനു നൽകിടാൻ
ആഗതനായവൻ നീ. കാരിരുമ്പാണിയാൽ തുളഞ്ഞ പാദങ്ങൾ നമിച്ചിടുന്നിതാ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, എൻ്റെ ആത്മാവിൽ വചനമായി വരണമേ, ജീവനായി നിറയണേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ, സൗഖ്യദായകനേ, വചനമായി വരണമേ, ശാന്തി നൽകിടണേ. നിത്യജീവൻ പാരിനു നൽകിടാൻ ആഗതനായവൻ നീ. സത്യനാമം മനുഷ്യനു നൽകിടാൻ ആഗതനായവൻ നീ. കാരിരുമ്പാണിയാൽ തുളഞ്ഞ പാദങ്ങൾ നമിച്ചിടുന്നിതാ. അഴലുകൾ നിറയുമീ ആത്മകുടീരത്തിൽ ആശ്രയമായി വരണേ. അഗ്നിനാവുകളാൽ ദാസരിൽ വന്നതുപോൽ നാഥാ വരേണമേ, ശാന്തി നൽകിടണേ. അഴലുകൾ നിറയുമീ ആത്മകുടീരത്തിൽ ആശ്രയമായി വരണേ. അഗ്നിനാവുകളാൽ ദാസരിൽ വന്നതുപോൽ നാഥാ വരേണമേ, ശാന്തി നൽകിടണേ. നിത്യജീവൻ പാരിനു നൽകിടാൻ ആഗതനായവൻ നീ. സത്യനാമം മനുഷ്യനു നൽകിടാൻ ആഗതനായവൻ നീ. കാരിരുമ്പാണിയാൽ തുളഞ്ഞ പാദങ്ങൾ നമിച്ചിടുന്നിതാ. നിത്യജീവൻ പാരിനു നൽകിടാൻ ആഗതനായവൻ നീ.